വെൽക്കം ടു ദി ജേർണി ഓഫ് എക്സലൻസ്. ചില യാത്രകൾ വെറുമൊരു തുടക്കമായിരിക്കും, മറ്റു ചിലതാകട്ടെ ചരിത്രം കുറിക്കാനുള്ള തുടക്കവും. എംപവർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കുടക്കീഴിൽ വളരെ ചെറിയ കാലയളവിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ടീം, ഒരു കൂട്ടായ്മ, ഒരു കുടുംബം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ടീം കോയിൻകേഴ്സ്. ഒരു ടീം എന്നതിലുപരി ഇന്ന് കോയിൻകേഴ്സ് എന്നത് ഒരു ബ്രാൻഡ് നെയിമായി മാറിയിരിക്കുന്നു. കരുത്തുറ്റ നേതൃത്വവും സ്വപ്നം തുല്യമായ നേട്ടങ്ങളും അതിലുപരി പരസ്പര കരുതലുകളും ഒത്തുചേർന്നപ്പോൾ ഇന്ന് വലിയൊരു കുടുംബമായി മാറിയിരിക്കുകയാണ് ടീം കോയിൻകേഴ്സ്. ഈ ടീമിൻ്റെ വളർച്ച ഇന്ന് വന്നു നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലിലാണ്. ടീം കോയിൻകേഴ്സിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് അച്ചീവേഴ്സ് മീറ്റ്. 0-ൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ പദവിയിലെത്തിയിരിക്കുന്ന ഈ ഒരു പോരാട്ട വീരകഥ അറിയുവാൻ വേണ്ടി എൻ്റെ കൂടെ ടീം കോയിൻകേഴ്സിൻ്റെ അമരക്കാരിയുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഫൗണ്ടറും ഹെഡുമായ മിസ്സിസ് റസ്ലത്ത്. വെൽക്കം മാം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞു, 0-ൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ടീം കോയിൻകേഴ്സ് ഈ ഒരു പദവിയിലേക്ക് എത്തിയത്. എന്നാൽ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെ? ഒരു സമയം ഉണ്ടായിരുന്നു. എന്താണ് ആ ഒരു തുടക്കത്തെക്കുറിച്ചിട്ട് റസ്ലത്ത് മാമിന് പറയാനുള്ളത്? ആ ഒരു ജേണി, ടീം കോയിൻകേഴ്സിൻ്റെ ജേണി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. ടീമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ കാലങ്ങളിലേക്കൊന്ന് ഇറങ്ങേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, അതായത് ടീം കോയിൻകേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നെയിമിലേക്ക് ഇടുന്നതിന് മുൻപ് എനിക്ക് എന്താ പറയുക, ഒരു മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ എംപവർ ഇൻ്റർനാഷണൽ എന്ന ഓർഗനൈസേഷനുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് ഏകദേശം 2024 ഏപ്രിൽ മാസത്തോടു കൂടിയാണ്. അന്ന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് കാര്യമായിട്ട് മനസ്സിലാക്കാതെ, പക്ഷെ ഇതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കയറുകയും അതേപോലെ തന്നെ ഇതിൽ വന്ന് മാസങ്ങൾ കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിനെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ജേണി ഒറ്റക്കായിരുന്നു. അന്ന് ഞാൻ വന്നു പെട്ടത് ഈ എംപവർ ഇൻ്റർനാഷണൽ എന്ന ഓർഗനൈസേഷനിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിട്ടുള്ള നല്ലൊരു ലീഡിങ് കപ്പാസിറ്റി ഉള്ള എമർജിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. തഫ്സീന ഫവാസ് എന്ന് പറയുന്ന കണ്ണൂർക്കാരിയായിട്ടുള്ള ദ ലേഡി ക്വീൻ നയിക്കുന്ന എമർജിംഗ് ഫോഴ്സിലായിരുന്നു എൻ്റെ എൻട്രി. അവരോടൊത്തായിരുന്നു എൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. അവരിലൂടെ ഞാൻ ഈ പ്രോഗ്രാമിനെയും ഈ ഒരു പ്രൊജക്റ്റിനെയും അതിലുപരി എന്താണ് എംപവർ എന്നും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് കുറച്ച് ചുരുങ്ങിയ നാളുകളുകൊണ്ടാണ്. ആ ചുരുങ്ങിയ നാളുകളുകൊണ്ട് പ്രൊജക്റ്റിനെ കുറിച്ച് എന്നതിനുപരി ഞങ്ങളെ കൊണ്ടുവന്ന ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ ലീഡിങ് കപ്പാസിറ്റി എന്താണെന്നും അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. അതായത് 11 ഫാസ്റ്റ് ട്രാക്സ്, ഇതിൻ്റെ ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന 11 ഫാസ്റ്റ് ട്രാക്സ്. കാരണം അവരെക്കുറിച്ച് പറയാതെ നമുക്ക് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ലീഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രണ്ട് റോ ലീഡേഴ്സാണ് അവരെല്ലാവരും. കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. കാരണം എംപവറിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു വേറൊരു ലീഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയുക, എല്ലാവരും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ്. കാരണം ഇതൊരു MLMO കാര്യങ്ങളോ അല്ലാഞ്ഞിട്ട് പോലും അവരെ കൂടെ കൈപിടിച്ച് കയറുന്ന ഓരോ വ്യക്തികളെയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവരുടെ ലീഡിങ് കപ്പാസിറ്റി കൊണ്ട് വമ്പിച്ച വിജയങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ അവരിലൂടെയാണ് ഞാൻ ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ചത്. കാരണം അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എംപവറിൻ്റെ ആ ഒരു ഫാസ്റ്റ് ട്രാക്സിൻ്റെ ലീഡിങ് കപ്പാസിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ കൊണ്ടുപോകണമെന്നും നമ്മുടെ കൈപിടിച്ച് വരുന്ന വ്യക്തികളെ എങ്ങനെ ലീഡ് ചെയ്ത് അവരുടെ ആവശ്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റിക്കൊടുത്തുകൊണ്ട് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ എങ്ങനെ പറ്റും എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ എംപവറും എംപവറിലുള്ള ഫാസ്റ്റ് ട്രാക്സുമാണ്. അവരാണ് ശരിക്കും എൻ്റെ റോൾ മോഡൽസ്. അപ്പോൾ ആ ഒരു എംപവറിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടീം കോയിൻകേഴ്സ് ഉണ്ടാവുന്നത്? അതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, എൻ്റെ അതേ വൈബുള്ള ഒരു കൂട്ടം ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇവിടെ എന്തിനേക്കാളുപരി പ്രാധാന്യം ടീമിനാണ്, കമ്മ്യൂണിറ്റിക്കാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊജക്റ്റിലൂടെ ആർക്കും വിജയിക്കാൻ പറ്റൂ. ഈ പ്രൊജക്റ്റിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി പിന്നെ മറ്റൊന്നിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ടതില്ല.
സോ അത് മനസ്സിലാക്കി അന്ന് തൊട്ട് ഞാൻ എൻ്റെ വൈബിലേക്ക് തന്നെ എനിക്കൊരു ടീമിനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പിന്നീട് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോയിൻഫോർജ് എന്ന് പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചുരുങ്ങിയ ഒരു 3 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ടീമാണ് ടീം കോയിൻകേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ അതേ വൈബിലുള്ള കുറേയധികം ലീഡേഴ്സിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ അവർ കൊണ്ടുവന്ന ഒരുപാട് പേരെയും ഞങ്ങളുടെ സ്വപ്നങ്ങളെ പോലെ അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ട് അവരെ പറക്കാൻ അവർക്ക് ചിറകുകൾ ഉണ്ടാക്കി കൊടുത്തു. അതായത് അവരുടെ ആവശ്യങ്ങളും അവരുടെ അത്യാവശ്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരുടെ കൂടെ ഞങ്ങളും പറന്നുയരാൻ തുടങ്ങി. ആ പറന്നുയരലാണ് പിന്നീട് ടീം കോയിൻകേഴ്സിൻ്റെ വിജയഗാഥ എന്ന് പറയുന്നത്. അതിനുശേഷം എംപവർ തന്ന ഒരിക്കലും ഇത് മറക്കാൻ പറ്റില്ല. കാരണം കോയിൻകേഴ്സ് എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം എംപവറിൻ്റെ ഒരു ഫസ്റ്റത്തെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ എംപവർ കൊണ്ടുവന്ന ഈ ഒരു കോൺടെസ്റ്റിൽ കോയിൻകേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ചെറിയൊരു ടീം മത്സരിച്ചത് വമ്പൻ ടീമുകളോടായിരുന്നു. കാരണം ഏകദേശം എംപവറിൽ ഏകദേശം ഫസ്റ്റ് തന്നെ 10-14ഓളം ടീമുകളോടാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന്. അത് അറിയാൻ പറ്റിയ ഒരു ശരിയായൊരു എന്താ പറയുക പാത്തായിരുന്നു ഈ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വമ്പൻ ടീമിനോട് മത്സരിച്ചിട്ട് ഫസ്റ്റത്തെ 3rd പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നതും. അതിലൂടെയാണ് എൻ്റെ ടീമിൻ്റെ കരുത്തും എൻ്റെ ടീമിൻ്റെ ആ ഒരു കപ്പാസിറ്റിയും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. എനിക്കെന്നല്ല, എംപവറിൽ പോലും ഞങ്ങളൊരു ബ്രാൻഡാക്കി മാറ്റാൻ സ്റ്റാർട്ടിങ് ബ്രാൻഡായിട്ട് മാറിയത് ആ ഒരു പ്രോഗ്രാമിലൂടെയായിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കരിയർ. അവിടെയാണ് ഞങ്ങളുടെ കരിയറിൻ്റെ തുടക്കം. അവിടെ നിന്ന് പിന്നീട് ഏത് കോൺടെസ്റ്റ് വെച്ചാലും അത് ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് എന്നെക്കാളും മുന്നേ എൻ്റെ ടീമാണ് ഉണർന്നിരിക്കുക. അവരുടെ ആ ഒരു സമയത്തുള്ള വാശിയും ആ ഒരു വീറും അത് തന്നെയാണ് ടീം കോയിൻകേഴ്സിനെ ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം KGF ഒരു കോൺടെസ്റ്റ്, ഇൻറ്റേർണൽ കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം 4ഓളം ടീമിനോടാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഫസ്റ്റ് പൊസിഷൻ കാഴ്ചവെക്കാൻ പറ്റി. KGF ആദ്യത്തെ കോൺടെസ്റ്റ് ആയിരുന്നു. ആ കോൺടെസ്റ്റിൽ ചെറിയൊരു ടീം വളരെ ഫാസ്റ്റായിട്ട് വലിയൊരു ടീമാക്കി മാറിയത് ആ ഒരു KGF കോൺടെസ്റ്റിലൂടെയാണ്. അതിനുശേഷം പിന്നെ എംപവർ എന്ത് കോൺടെസ്റ്റ് തന്നാലും അത് കയ്യും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു കൂട്ടം ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സിലൂടെയാണ് പിന്നീട് ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയായി മാറിയത്. ഇന്നിപ്പം ഈ ടീം കോയിൻകേഴ്സിൻ്റെ ലീഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം 250 മുകളിൽ കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കോൺടെസ്റ്റ് വെച്ചാലും അതിനെ പൂർവാധികം ശക്തിയോടെ ഏറ്റെടുത്ത് എല്ലാ ടീമിനെയും ബഹുദൂരം പിന്നിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ കൂടെയാണ് ഇന്ന് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ ടീമിൻ്റെ സ്ട്രെങ്ത്തും അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ ബിസിനസ്സായിട്ട് മാത്രമല്ല ഇത് കൊണ്ടുപോകുന്നത്, ഇതൊരു വലിയൊരു ഫാമിലിയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് ആ സങ്കടത്തെ പരിഹരിക്കാനും അവരുടെ ബിസിനസ് ഡൗണിലേക്ക് പോകുമ്പം കൂട്ടത്തോടെ എല്ലാ ലീഡേഴ്സിൽ നിന്ന് അവിടെ ഒരു പരിഹാരം കൊണ്ടുവന്ന് അവരെ ഡൗണിൽ നിന്ന് വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ മത്സരമാണ് നടക്കുന്നത്. കാരണം ഒരാൾ പോലും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കോയിൻകേഴ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. സോ റസ്ലത്ത് മാമിന് എന്താണ് ടീം കോയിൻകേഴ്സിലേക്ക് ഇനി വരുന്ന പുതിയ പാർട്ട്നേഴ്സിനോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഞാൻ പൊതുവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പറയുന്നതും ഇനി എന്നും പറയാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ എംപവറിൻ്റെ കൂടെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും വലിയൊരു ശക്തിയിലൂടെ നീണ്ടു നിന്ന് പോകുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് വീഴുമ്പോൾ താങ്ങാൻ വേണ്ടിയും അതേപോലെ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് എടുക്കുമ്പോൾ കൂട്ടത്തോടെ നിന്ന് സന്തോഷിക്കാൻ വേണ്ടിയും വലിയൊരു ടീമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം കരയുമ്പം കരുത്ത് നേടിത്തരുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ട്. ഇനി വരുന്നവർക്കും ഈ ഒരു കരുത്തുറ്റ ടീമിലേക്ക് സ്വാഗതം പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഈ ടീമിലൂടെ അവർക്ക് വേണ്ട അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും എടുത്തു കൊടുക്കാൻ ഒരു പറ്റം ആൾക്കാർ തന്നെ പിന്നണിയിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും എന്ന് തന്നെയാണ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്.